സിഗ്നലുകളൊക്കെ കൊടുക്കണം. അതാവുമ്പോ കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പം. പിന്നെ അമ്മമാര് പണിയെടുക്കുന്നതിന്റെ ഇടയിൽ കൂടി ചാടിക്കറി ചോദിക്കാൻ നിൽക്കും. സമയം സന്ദർഭം ഒത്തു വരുമ്പോ കൽക്കിയെ പോയി വിൽക്കാന്നിട്ട് അങ്ങോട്ട് തുടങ്ങുക. രാവിലെ സോപ്പിങ് നടക്കുന്നില്ലേ സമ്മതിക്കാൻ വേണ്ടിട്ട് പോടുപളയായിരുന്നു ഒറ്റ കൂട്ടി പോണു. വീഡിയോ എടുക്കൂട്ടെ വീഡിയോ എടുത്താലും വേണ്ടില്ല ഉള്ളതാ വേണ്ടത്. എന്നോ പതിനാട്ട് കേട്ടോ പോണ്ടാന്ന് പറഞ്ഞാ പോണ്ട. പക്ഷെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സുബി വരെയുള്ള എന്റെ ശ്രമത്തിനൊടുവിൽ ഉമ്മ വീണു. എന്റെ ചെയ്യണം എന്നറിയാൻ പാടില്ല, എവിടെ തുടങ്ങണം എന്നറിയാൻ പാടില്ല. എന്റെ ഡ്രസ്സൊക്കെ ഇട, എന്റെ ബാഗ് ഇട. എനിക്ക് ഈ കിട്ടിയ സാധനങ്ങൾ വെച്ചാൽ തൃപ്തിപ്പെട്ടേക്കാളും എനിക്ക് മടക്കാനൊന്നും നിൽക്കണ്ട. ഇനി എപ്പോഴാ മേത്ത് ശൈത്താൻ കയറാനൊന്നും പറയാൻ പറ്റില്ല. നിസ്കരിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സമ്മതിച്ചു അത്രയും പെട്ടെന്ന് ഇറങ്ങുക അത്ര തന്നെ. ഇത് നമ്മളല്ല പോകുന്നത്. കൊപ്പരപ്പേടിയെ വെളിച്ചെണ്ണ പോവല്ലേ ട്രിപ്പ്. അത് ഊട്ടി രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി ഞാൻ വരുന്നവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിക്കല്ലേടാ. നമ്മളും അല്ലേ. അങ്ങനെ എന്റെ മോളോട് ഭയം പറഞ്ഞു. ഞാൻ നേരെ പമ്പ് പോയി ഫുൾ ടാങ്ക് കടിച്ചു ഒന്നും നോക്കി. ഓക്കെ സെറ്റ് ചെയ്യാൻ പോവാ. പഠിച്ച സാഹചര്യത്തിൽ തീരെ ബ്ലോക്ക് ഇല്ല. സമാധാനമായി നമുക്ക് ആകെ 87 കിലോമീറ്റർ പോയി ഊട്ടി. അങ്ങനെ പോണൊക്കെ ഒരു അടിപൊളി സ്ഥലങ്ങളും വെള്ളം കുടിക്കാൻ നിർത്തി. ഞാൻ പോയിക്കുമ്പോൾ ലോഡ് ഉപ്പിലിട്ട് നമ്മൾ കോഴിക്കോട്ടേക്ക് വലിയൊരു പുത്തരില്ല എനിക്കറിയാം. നമ്മൾ വിചാരിച്ച പോലത്തെ കൈപ്പുണ്ട്, പയറുണ്ട്, കുരുമുളക് ഉണ്ട്, ചക്കക്കുരു, ഉണ്ണിക്കാവ്, മാങ്ങണ്ടി, കോവക്ക, പച്ചമന്തിരി, പിന്നെ എന്തിനു പറയുന്ന ഉപ്പ് ഒരു ഉപ്പിലിട്ട് വെച്ചു. ഇനി അധികം എന്നാലും ഒന്നേ ഒരു ഉപ്പിലിടും. എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞിരിക്കാലോ വെച്ചാൽ ചക്കക്കുരു വാങ്ങി തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു കുലിക്ക് കുടിച്ചാണെങ്കിൽ അടിപൊളി ഒരു വൈബ് സ്ഥലം തന്നെ. അവിടെ ഇരുന്ന് ബന്ധു രസമാണോ. അവിടെ അധികം സുഖം പിടിക്കാൻ പിന്നെ എട്ടാനും പാടെ എത്താൻ പറ്റൂലേ. ഒരു വെറൈറ്റി കൊണ്ട് നമ്മൾ ഇതുവരെ ആരും പോകാത്ത ബസ്സിനെ കൂടി പോയി ഊട്ടിക്കണം. മനസ്സിലായില്ലേ? അതായത് ഇതൊരു എക്സ്പെരിമെന്റൽ സബ്ജക്ട് ആണ്. ഒരാൾ ഒറ്റയ്ക്ക് ബൈക്കിൽ ഹിമാലയത്തിലേക്ക് പോകും. ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റോക്കർക്ക് കൊടുത്താലേ ഞാൻ വിചാരിക്കുന്നു. എല്ലാ പിഴയിലും കുറച്ച് ബബ്ലി മ്യൂസിയം വെള്ളവും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. ബസ്സിനെ കൂടി പോയി ഊട്ടി എന്ന ടൈറ്റിലോട്ട് നമ്മൾ ഇവിടെ തുടങ്ങുന്നു. ഊട്ടി വ്ലോഗ് പാർട്ട് 1. അപ്പൊ ഓക്കെ ബൈ.